തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള ടി.വി.കെ വലിയ കുതിപ്പാണ് നടത്തുന്നത്. സർക്കാർ രൂപീകരിച്ചതിനൊപ്പം നിർണായകമായ ചില രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉണ്ടാക്കാൻ ടി.വി.കെ ലക്ഷ്യമിടുകയാണ്. ടി.വി.കെയുടെ ഈ കുതിപ്പ് ഡി.എം.കെയെയും സ്റ്റാലിനെയും വളരെയധികം ബാധിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഡി.എം.കെ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. തമിഴ്നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ നിർണായക രാഷ്ട്രീയ നീക്കവുമായി മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് പിന്തുണയ്ക്കുന്ന പാർട്ടികളുമായി കൂടിക്കാഴ്ച സഖ്യമായി നീങ്ങാൻ ടി.വി.കെ ആലോചിക്കുന്നു. ഇതിനായി ടി.വി.കെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ യോഗം വിളിച്ചു. മറ്റന്നാൾ യോഗം ചേരുമെന്ന് ടി.വി.കെ അറിയിച്ചു. ആദ്യപടിയായി വി.സി.കെ അധ്യക്ഷൻ തിരുമാവളന്റെ വീട്ടിലെത്തി ബൂസി ആനന്ദും ആദവ് അർജുനനെയും കൂടിക്കാഴ്ച നടത്തി. പിന്തുണയ്ക്ക് നന്ദി പറയാൻ വിജയ് ആഗ്രഹിക്കുന്നതായി നേതാക്കൾ വ്യക്തമാക്കി. സഖ്യത്തിന് പേരും ആലോചനയിലുണ്ടെന്ന് ടി.വി.കെ നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസ്, CPM, CPI, ലീഗ്, AIADMK പാർട്ടികളെയും മറ്റന്നാൾ നടക്കുന്ന യോഗത്തിലേക്ക് ക്ഷണിക്കുമെന്ന് ടി.വി.കെ അറിയിച്ചു. ഉപതെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ പ്രാദേശിക തലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് ടി.വി.കെയുടെ നീക്കം. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നതിന് സൂചന നൽകി 9 വർഷത്തെ ബന്ധത്തിന് വിരാമമിട്ട് വൈക്കോയുടെ മരുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം DMK നേതൃത്വത്തിലുള്ള സെക്യുലർ പ്രോഗ്രസീവ് അലയൻസിൽ നിന്ന് പിന്മാറിയിരുന്നു. പാർട്ടിയുടെ ഉന്നത സമിതി യോഗത്തിന് ശേഷമാണ് വൈക്കോ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. DMKക്ക് വലിയ തിരിച്ചടി നൽകിയ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തമിഴ്നാട്ടിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ പൂർണ്ണമായി മാറുന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നതാണ് AIADMKയുടെ നീക്കം. തമിഴ്നാട്ടിൽ ഹിന്ദുത്വ ശക്തികൾക്ക് വേരുറപ്പിക്കാൻ ഇടയാക്കുന്ന തീരുമാനങ്ങളെ MDAക്ക് അംഗീകരിക്കാനാകില്ലെന്ന് വൈക്കോ ആരോപിച്ചിരുന്നു. DMK സ്വന്തം പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ അവസരം നിഷേധിച്ചതിനെയും രൂക്ഷമായി വിമർശിച്ചു. അതേസമയം DMKയുമായുള്ള സഖ്യം MDMK ഔദ്യോഗികമായി അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ പാർട്ടിയിലെ സംസ്ഥാന നേതാക്കളും ജില്ലാ സെക്രട്ടറിമാരും ഉൾപ്പെടെ 150ഓളം പ്രമുഖ ഭാരവാഹികൾ കൂട്ടത്തോടെ DMKയിൽ ചേർന്നിരുന്നു.